ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഞാനിന്ന് എടുക്കുന്നത് എൻ്റെ സ്വന്തം വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചായി ഉപയോഗിച്ചിട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. വയറിങ്ങിന് ചെറിയൊരു വിഷയം കാണിക്കുന്നു. ഇതെങ്ങനെയല്ലായിരുന്നു, സ്പീഡോമീറ്ററിൻ്റെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. എന്തോ ലൂസ് കോണ്ടാക്ട്. വയറിങ് 2013 വണ്ടിയാണ്, ഇതുവരെ വയറിങ് കിറ്റൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ ഓടുകയാണ്. അപ്പം എൻജിനും പണിതിട്ടില്ല, എൻജിനും അയച്ചിട്ടില്ല. 1,00,000 എനിക്ക് തോന്നുന്നു 1,30,000 കിലോമീറ്റർ വണ്ടി ഓടി. അപ്പോൾ ഞാനിത് മെയിനായിട്ട് എടുക്കാനുള്ള കാരണം നമ്മുടെ റോയൽ എൻഫീൽഡിന് ഇത്രയും ലാസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ്. റിലയബിൾ വണ്ടിയാണ് റോയൽ എൻഫീൽഡ് എന്നുള്ളത്. അപ്പം നമ്മുടെ പിന്നെ കെയർലെസ് ആയിട്ടുള്ള യൂസിങ് കൊണ്ടും ആണ് മിക്കവാറും വണ്ടികൾ കംപ്ലയിൻസ് ആവുന്നു, എൻജിൻ വർക്ക് ആവുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് തണ്ടർബേർഡ് മാത്രം യൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തണ്ടർബേർഡ് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. ക്രൂസർ വണ്ടികളോട് മാത്രം താല്പര്യമുള്ള ആളാണ് ഞാൻ. സ്പോർട്സ് ശ്രേണിയിലുള്ള ഒരു വണ്ടികളും ഉപയോഗിക്കാറില്ല, ഈവൻ ക്ലാസിക് പോലും ഉപയോഗിക്കാറില്ല. അതുമാതിരി തന്നെ സ്റ്റാൻഡേർഡും ഉപയോഗിക്കാറില്ല. പഴയ വണ്ടി സി എൻജിൻ തീരെ ഉപയോഗിക്കാറില്ല. അത് വേറൊന്നുമല്ല, വണ്ടിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. സി എൻജിൻ നല്ല വണ്ടിയാണ്. ബട്ട് നമ്മുടെ ഒരു ഫാസ്റ്റ് യൂസിന് നമ്മൾ പെട്ടെന്ന് ഒരു ഉപയോഗത്തിനൊന്നും സി എൻജിൻ വണ്ടിയൊന്നും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അതൊരു സെക്കൻഡറി വണ്ടിയായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. വീട്ടിൽ വെക്കാം, അത്യാവശ്യം ഒരു ഫ്രീ ആയിട്ടുള്ള ഏരിയയിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി പോരാം എന്ന് മാത്രമേ പറ്റൂ. ട്രാഫിക്കിലൊന്നും വല്ലാതെ, ഇപ്പോൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള പോലത്തെ ട്രാഫിക്കിലൊന്നും വല്ലാതെ ഒരു സി എൻജിൻ ഒരു പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഓഫായി കഴിയുക. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതേമാതിരി ക്ലച്ച് കുറേ പിടിച്ച് നിന്ന് ഗിയറിലൊക്കെ ഇട്ട് സ്വിച്ചൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങൾ സി എൻജിനുണ്ട്. അതിൻ്റേത് കാലികമായ മാറ്റങ്ങൾ വന്ന വണ്ടികളാണല്ലോ അപ്പോൾ യൂസ് ചെയ്യും എൻജിനൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷയങ്ങൾ, അതല്ല വേറെ. സി എൻജിന് ഒരിക്കലും നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത്. സി എൻജിൻ നല്ല ടോർക്കുകൾ, റോയൽ എൻഫീൽഡിൻ്റെ പഞ്ചുള്ള ഒരു ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അല്ലാതെ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ചെയ്തൊന്നുമല്ല. അപ്പോൾ ഞാനെപ്പോഴും തണ്ടർബേർഡ് ഇറങ്ങിയ കാലം തൊട്ടേ ഞാൻ തണ്ടർബേർഡാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കാലം ഹിമാലയ യൂസ് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊരു BS6 ES ഉപയോഗിക്കാറുണ്ട്. ES എനിക്കിഷ്ടമാണ്. കാരണം അതിൻ്റെ സ്മൂത്ത്നെസ്സും അതുമാതിരി തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് BS6 ESനുണ്ട്. അപ്പോൾ അത് പറയാതിരിക്കുക വയ്യ. അതിൻ്റെ സ്മൂത്തായിട്ടുള്ള റൈഡിങ്ങും സെൽഫ് സ്റ്റാർട്ടും ഡിസ്പ്ലേക്കും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വണ്ടിയാണ് ES എന്നുള്ള BS6 വരുന്ന. അപ്പോൾ എല്ലാ വണ്ടികളും BS6 ആണ്. BS6 എടുത്തു പറയാനുള്ള യൂസ് ഈ BS6 ആണ് കേട്ടോ, ജെ സീരീസ് അല്ല. ആദ്യം നമുക്കൊന്ന് പെട്രോൾ അടിക്കാം. മീറ്ററിലേക്കുള്ള വയറിങ്ങിന് ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് മീറ്ററിലെ ലൈറ്റ് കത്തും കിടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഉപയോഗിച്ചിട്ടൊരു മാസം 1.5 മാസമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്കിഷ്ടമുള്ള വാഹനങ്ങൾ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതാണ് തണ്ടർബേർഡ്. അത് എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് മുമ്പേ റൈഡിങ് ക്വാളിറ്റി കൊണ്ടാണ് ഇഷ്ടം. അതല്ല ഒരു വാഹനങ്ങൾ കൊണ്ടെന്നല്ല, ഒരു വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി ഏതാണ്, നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനും നമുക്ക് കാലിലും കൈക്കും യാതൊരു സ്ട്രെയിൻ എത്ര ഓടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്ന വാഹനങ്ങളാണ് എനിക്കിഷ്ടമുള്ളത്. അതുകൊണ്ട് ക്രൂസർ വണ്ടികളാണ് എനിക്കിഷ്ടം. ഇപ്പോൾ പേഴ്സണലി ഉപയോഗിക്കുന്ന വലിയ വണ്ടിയാണെങ്കിൽ ക്രൂസർ വണ്ടിയാണ്. റോയൽ എൻഫീൽഡാണ്. തണ്ടർബേർഡ് ഒരു ക്രൂസർ വണ്ടിയാണ്. പിന്നെ തണ്ടർബേർഡ് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടികൾ പക്കാ ക്രൂസർ എന്നുള്ള ഒരു ഇതിലേക്ക് തന്നെ വന്നിട്ടുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പിന്നെ AVL എഞ്ചിനിൽ വന്ന തണ്ടർബേർഡും കറക്റ്റ് ഒരു ക്രൂസറിൻ്റെ, സത്യം പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള, നമുക്ക് ഒരു ഇന്ത്യൻ ക്രൂസറിന് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ളതും ആ ഒരു വാഹനത്തിനുണ്ടായിരുന്നു. AVL എഞ്ചിനായിട്ടാണ് വന്നത് അവിടെ തണ്ടർബേർഡ്. പിന്നെ AVL എന്നുള്ളത് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ചെയ്യാൻ കുറച്ച് സമയം കിട്ടാത്തതുകൊണ്ടാണ്. AVL എന്ന് പറഞ്ഞ ഒരു ഡീസൽ എഞ്ചിൻ നിർമ്മാണ കമ്പനിക്ക് പെട്രോൾ എഞ്ചിൻ നിർമ്മിക്കാൻ എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു അതിൻ്റെ ഒരു AVLൻ്റെ ഒരു പോരായ്മ.
AVL എഞ്ചിൻ കംപ്ലീറ്റ് അലൂമിനിയം എഞ്ചിനാണ്. അലൂമിനിയം പിന്നെ ഹെഡ് ബ്ലോക്കാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അത് ഫെയിലായി പോയത്. ഒരു ഡീസൽ എഞ്ചിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ ഒരു ഇതും ഒരു ഭംഗിയില്ലാത്ത എഞ്ചിനും ഒക്കെ കൂടി ആളുകൾക്കൊരു ഇഷ്ടപ്പെടാത്തൊരു വാഹനമായിരുന്നു AVL. അത്ര സ്വീകാര്യമായിരുന്നില്ല. എന്നാലും അത്യാവശ്യം 2007 വരെ ഇറങ്ങിയെന്ന് തോന്നുന്നു വണ്ടി AVL കേട്ടോ. അപ്പോൾ ടിൻസ്പാർക്ക് 2007 ടിൻസ്പാർക്ക് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തണ്ടർബേർഡിലാണെന്ന് പറഞ്ഞിരുന്നു. മുമ്പ് വീഡിയോ പറഞ്ഞത് തണ്ടർബേർഡിലാണ് ആദ്യമായിട്ട് 2007 എൻ്റെ ഓർമ്മ. കയ്യിൽ വണ്ടി കിട്ടുന്നത് 2007 തന്നെയാണ്. അപ്പോൾ 2007 ലാസ്റ്റായിട്ടാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്. 2007 ലാസ്റ്റിലാണ് തണ്ടർബേർഡ് ടിൻസ്പാർക്ക് ഇറങ്ങുന്നത്. അതൊരു അടിപൊളി വണ്ടിയായിരുന്നു. ആദ്യമായിട്ട് പിന്നെ AVL എഞ്ചിനിൽ നിന്നും തണ്ടർബേർഡ് ടിൻസ്പാർക്കിലേക്ക് വന്നപ്പോൾ ഒരുപാട് സൈലൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ CI എഞ്ചിനിൽ നിന്നും പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് പിന്നെ UC വണ്ടി സൈലൻ്റ് അല്ല, കുറച്ചൊരു സൗണ്ട് ഉണ്ട് നമുക്ക് തോന്നിയിരുന്നത്. AVL നിന്ന് വരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ടിൻസ്പാർക്ക്. അങ്ങനെ തണ്ടർബേർഡിന് സത്യം പറഞ്ഞാൽ തണ്ടർബേർഡ് എന്ന വാഹനമാണ് റോയൽ എൻഫീൽഡിൻ്റെ തുരുപ്പിച്ചിട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോയൽ എൻഫീൽഡ് മാർക്കറ്റിൽ നിലനിർത്തിയ വണ്ടിയും അവർ ക്ലിക്കാക്കിയ വണ്ടിയും തണ്ടർബേർഡാണ്. ആദ്യമായിട്ട് ക്രൂസർ വണ്ടി എന്ന സെഗ്മെൻറ്റ് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയ വാഹന നിർമ്മാതാവും റോയൽ എൻഫീൽഡ് തന്നെയാണ്. അതായത് 98 മുതൽ ലൈറ്റ്നിങ് എന്ന മോഡൽ തണ്ടർബേർഡിൻ്റെ ഏകദേശം ഒരു മിനിയേച്ചർ റൂമർ ക്രൂസർ വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ റോയൽ എൻഫീൽഡ് കൈവെക്കാത്ത മേഖലകളൊന്നും ഇല്ല കേട്ടോ. പഴയകാലത്ത് അറിയുന്നവർക്ക് അറിയാം, റോയൽ എൻഫീൽഡ് എല്ലാ മേഖലയും സ്കൂട്ടർ മോപ്പഡ് എല്ലാ മേഖലയും റോയൽ എൻഫീൽഡ് കൈവച്ചിട്ടുണ്ട്. അങ്ങനെ ജപ്പാൻ വണ്ടികളുടെ അതിപ്രസരണം കാരണം പിന്നീട് വീണ്ടും അവർ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എനിക്കിപ്പോൾ പറയാനുള്ളത് തണ്ടർബേർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനവും അത്യാവശ്യം ആളുകൾ ഭയപ്പെടുന്നൊരു വാഹനമാണെന്ന് തോന്നുന്നില്ല. ചില ആൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട് തണ്ടർബേർഡ് എന്താ മറ്റേ മെയിൻ്റനൻസ് കുറവായത് കൊണ്ടാണോ മാർക്കറ്റ് ഡൗൺ ആകുന്നത്, എല്ലാവരും ഇതിന് പിന്തിരിഞ്ഞേക്കുന്നത്. അതൊന്നും ഒരു വാസ്തവവും ഇല്ല. ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ട് എല്ലാ വണ്ടികളും എല്ലാം തന്നെ സെയിം മെയിൻ്റനൻസ് കോസ്റ്റാണ് വരുന്നത്. തണ്ടർബേർഡിനായിട്ട് റോയൽ എൻഫീൽഡ് വേറെ എഞ്ചിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എഞ്ചിൻ എടുത്ത് വെച്ച് വേറെ ബോഡി നമുക്ക് ആവശ്യമായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. വേറൊരു മാറ്റവും തണ്ടർബേർഡിലില്ല. പിന്നെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം പാർട്സുകൾ എയർ ഫിൽറ്റർ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയല്ല. എഞ്ചിൻ വൈസ് തണ്ടർബേർഡിന് ഒരു മാറ്റവും വരുന്നിട്ടില്ല. 2007 വന്നിട്ടുള്ള ടിൻസ്പാർക്ക് എഞ്ചിന് ഡിജിറ്റൽ മീറ്റർ വരുന്നതിന് മുമ്പിൽ അനലോഗ് മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ടിൻസ്പാർക്ക് ആയിരുന്നു. അല്ലാതെ മാറ്റങ്ങളൊന്നുമില്ല. കേസിങ്ങിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ രണ്ടാമത് തണ്ടർബേർഡ് ക്ലിക്കാതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടാമത് UC ക്ലാസിക് സ്റ്റാൻഡേർഡ് വണ്ടികൾ ഫുള്ളായിട്ട് UCയിലേക്ക് മാറുകയും 2010 അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം കംപ്ലീറ്റ് സ്റ്റോപ്പായാലും UC എഞ്ചിൻ കംപ്ലീറ്റ് ഡിസ്കണ്ടിന്യൂ നിർത്തിയിരിക്കുകയാണ് കമ്പനി. അതൊരിക്കലും ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ഫെയിലായത് കൊണ്ടോ എഞ്ചിൻ്റെ പോരായ്മ കൊണ്ടോ ഒന്നുമല്ല റോയൽ എൻഫീൽഡ് എന്ന കമ്പനി ട്രഡീഷണൽ എഞ്ചിൻ മാറിയിട്ട് J സീരീസ് പുതിയ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു എഞ്ചിനുമായിട്ട് വന്നിരിക്കുന്നത്. അത് തീർത്തും BS6 എന്ന നോംസ് BS6 ഇപ്പോഴാണല്ലോ BS6 BS7 അങ്ങനെ കൂടി പോകല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുമായിട്ട് പിടിച്ചു നിൽക്കാൻ ശരിക്കും പിന്നെ ഒരു വേറെ എഞ്ചിൻ ഉണ്ടാക്കിയ റോയൽ എൻഫീൽഡ് നിർബന്ധിതനാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് J സീരീസ് വാഹനം ഇറങ്ങുന്നത്. അല്ല UC വണ്ടി എപ്പോഴും റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുരുപ്പിച്ച് തന്നെയാണ്. അത് പറഞ്ഞുതരാം, നല്ലൊരു എഞ്ചിനാണ്, അടിപൊളി എഞ്ചിനാണ്, നല്ല ലാസ്റ്റ് ചെയ്യുന്ന എഞ്ചിനാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന വണ്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും 2013 ഇറങ്ങിയ വണ്ടിയാണ്, 2025 ഇതുവരെ എഞ്ചിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ചെറിയ നോക്കിങ് തുടങ്ങിയിട്ടുണ്ട്, ഈ അടുത്ത് തുടങ്ങിയതാണ്. അത് എൻ്റെ അശ്രദ്ധ കൊണ്ട് തുടങ്ങിയതാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ പറയാം, ഞാൻ കെയറിങ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഓയിൽ മാറ്റാവുന്ന ശ്രദ്ധിക്കാതെ ഓടിക്കൊണ്ട് നടന്നാൽ നമ്മുടെ വാഹനം നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ലല്ലോ. അതുമാണ് വാസ്തവം. മാത്രമല്ല പല വാഹനങ്ങളുണ്ടാകുമ്പോൾ ഉപയോഗം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് ഇങ്ങനെ ആയിപ്പോയത്. ശ്രദ്ധിക്കാതായിട്ട് കുറച്ച് നോക്കിങ് തുടങ്ങിയതാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ കിട്ടാവുന്ന തണ്ടർബേർഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പറഞ്ഞ തണ്ടർബേർഡ് AVL എഞ്ചിനിലെ തണ്ടർബേർഡ് കയ്യിൽ നിന്നൊന്നും ഒഴിവാക്കുക. തണ്ടർബേർഡ് പല മോഡലുണ്ട്, ഇപ്പോൾ AVL വന്നിട്ടുണ്ട്. AVL എഞ്ചിനൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് റെഡിയാക്കി എടുക്കാൻ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും പണി വന്ന് വർക്ക്ഷോപ്പിൽ അവിടെ കിടക്കും. അറിയാത്ത AVLൻ്റെ ആ ഒരു മെയിൻ ഒരു പോരായ്മ പറഞ്ഞാൽ AVL എഞ്ചിൻ്റെ പോരായ്മകൾ നികത്താൻ പറ്റിയൊരു മെക്കാനിക്സിൻ്റെ അഭാവം ആ കാലത്തുണ്ടായിരുന്നു. അതും AVL എഞ്ചിൻ പരാജയപ്പെടാൻ വല്ല മെയിൻ ഒരു കാരണമായിരുന്നു. പിന്നെ അതേമാതിരി തന്നെ AVL എഞ്ചിന് പിന്നെ ശരിയായ രീതിയിൽ റോയൽ എൻഫീൽഡ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രവും കൂടി പോരായ്മ ഉണ്ടെന്നും കൂടെ പറയാം. അതായത് അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ തണ്ടർബേർഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും എടുക്കാൻ പറ്റിയ വണ്ടി ഞാൻ പറയാം, ടിൻസ്പാർക്കിൽ വന്ന ആദ്യത്തെ വണ്ടി എന്നുള്ള നല്ല വണ്ടിയാണ്. ബോഡി ഷേപ്പിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ മാറ്റമുള്ള നല്ല അത്യാവശ്യം മാറ്റമുണ്ട്.
അപ്പോൾ അതും ചെറിയ വിലക്കെടുത്ത് ഇപ്പോഴും ആ ഒരു തണ്ടർബേർഡിനെ നല്ല രീതിയിൽ നല്ല കംഫർട്ടായിട്ട് ലോങ് റൈഡിന് യാത്ര ചെയ്യുന്ന പരിചയക്കാർ എൻ്റെ അറിവിലുണ്ട്. സ്ഥിരമായിട്ട് 100, 150, 200 കിലോമീറ്ററൊക്കെ ഓടുന്ന ആളുകളുണ്ട് ആ വണ്ടി കൊണ്ട്. ആ വണ്ടി അത്രയ്ക്ക് ആ ഒരു കംഫർട്ട് വേറെ വണ്ടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് വളരെയധികം വാസ്തവമാണ്. നമ്മൾ ഈ തണ്ടർബേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വണ്ടിയിലേക്ക് പോവില്ല. പിന്നെ റോയൽ എൻഫീൽഡ് എന്ന് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന മസിൽ പിടിച്ചിട്ടുള്ള ഒരു ലുക്കും ആ ഒരു ഗാംഭീര്യവും ചിലപ്പോൾ ഈ തണ്ടർബേർഡിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാനുള്ള കാരണം കേട്ടോ. അതല്ല ഇതിന് വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായത് കൊണ്ടൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞ ഹെഡ്ലൈറ്റ്, മീറ്റർ, ടെയിൽ ലൈറ്റ് കുറച്ച് എക്സ്പെൻസീവാണ്. അതാണ് തണ്ടർബേർഡിൻ്റെ വലിയ ഒരു മൈനസ് ആയിട്ടുള്ളത്. കാരണം ഈ ഹെഡ്ലൈറ്റ് ആണെങ്കിലും പിന്നെ മീറ്റർ അസംബ്ലി ആണെങ്കിലും ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. തണ്ടർബേർഡ് എടുക്കുകയാണെങ്കിൽ മീറ്റർ ശരിക്കും വർക്കിംഗ് ആണോ നോക്കുക. അതേമാതിരി ഹെഡ്ലൈറ്റ് അസംബ്ലിയും പിന്നെ നല്ല ക്ലീൻ ആണോ നോക്കുക. ടെയിൽ ലൈറ്റ് പിന്നെ കമ്പാരിറ്റീവ്ലി 2000 സംതിങ് മാത്രമേ ഉള്ളൂ. മറ്റേ 7, 5 ഒക്കെ വില വരുന്ന പാർട്സുകളാണ് മുമ്പിലുള്ളത്. പിന്നെ ഫോർക്കിൻ്റെ ഓയിൽ സീല് പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട് തണ്ടർബേർഡിന്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു വിഷയമുണ്ട്. അപ്പോൾ ഫോർക്കിൻ്റെ ട്യൂബിന് സ്ക്രാച്ച് ഉണ്ടോ നോക്കുക. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം തണ്ടർബേർഡിന് ഫ്രണ്ട് ആക്ഷൻ കുറച്ച് കൂടുതലാണ് കേട്ടോ. കുറച്ച് വർക്കിംഗ് കുറച്ച് കൂടുതലാണ്. സ്ഥിരമായിട്ട് ഹമ്പും ഡിപ്പൊക്കെ എല്ലാം ഓടുന്ന സമയത്ത് പിന്നെ ഓയിൽ സീൽ പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട് ചാടിച്ച് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് തണ്ടർബേർഡ് എടുക്കാം, തണ്ടർബേർഡ് എക്സ് എടുക്കാം, പിന്നെ തണ്ടർബേർഡ് ഡിജിറ്റൽ എടുക്കാം, തണ്ടർബേർഡ് ടിൻ സ്പാർക്ക് എടുക്കാം. ഈ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും വണ്ടി പുലിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, അവസാനം വന്ന ന്യൂജൻ വന്നിട്ടല്ല, ലാസ്റ്റ് ജെൻ തണ്ടർബേർഡ് എന്ന് പറഞ്ഞാൽ എക്സ് വണ്ടികളെ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ നമുക്ക് മാറ്റിയിട്ട് പഴയ തണ്ടർബേർഡിലൊക്കെ ആയി കഴിഞ്ഞാൽ ക്രൂസർ വണ്ടിയായി. മറ്റേ സ്പോർട്സ്റ്റാർ ശ്രേണിയിലുള്ളൊരു വണ്ടി എന്ന് പറയാൻ പറ്റുള്ളൂ തണ്ടർബേർഡിനെ. ആ രീതിയിലേക്ക് യങ്സ്റ്റേഴ്സിനെ കുറച്ചുകൂടി ആകർഷിക്കാൻ വേണ്ടിയായിരിക്കാം. ക്രൂസർ വണ്ടികൾ ഇപ്പോഴാണ് ശരിക്കും ക്രൂസർ എന്ന സെഗ്മെൻറ്റിലേക്ക് കടന്നു വരുന്നുള്ളൂ മാർക്കറ്റ്. ആ മാർക്കറ്റിലേക്ക് ഉണരുമ്പോഴാണ് ശരിക്കും തണ്ടർബേർഡിൻ്റെ ഒക്കെ വാല്യൂ മനസ്സിലാകുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ സെഗ്മെൻറ്റാണ് മെറ്റിയോർ എന്ന് പറഞ്ഞ വാഹനം. മെറ്റിയോറും നല്ലൊരു വണ്ടിയാണ്. പക്ഷെ നമ്മൾ റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുമ്പോൾ പഞ്ച് ശരിക്കും മെറ്റിയോറിന് കിട്ടുന്നില്ല എന്നുള്ളൂ. പക്ഷേ യാത്രാസുഖവും കംഫർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മുന്നിലാണ് റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ കിടക്കുന്നത്. അപ്പോൾ പഴയ യൂസ് വണ്ടിയാകുമ്പോൾ നല്ല വണ്ടിയാണെങ്കിൽ അടിപൊളിയാണ് തണ്ടർബേർഡ്. ഓടി തയമ്പിച്ച വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉഷാറായിട്ട് കൊണ്ടെടുക്കാൻ പറ്റും കേട്ടോ. അതായത് കിലോമീറ്ററുകൾ ഓടിയിട്ട് നല്ല സർവീസ് ചെയ്ത് കൊണ്ടുനടന്ന വണ്ടിയാണ്, വളരെ സ്മൂത്തായിരിക്കും. അതുമാതിരി തന്നെ ചെക്കന്മാർ കൊണ്ടുനടന്നിട്ട് വളരെ മോശം അവസ്ഥയിൽ തണ്ടർബേർഡുണ്ട്. പിക്കപ്പും മറ്റേ കാര്യങ്ങളൊന്നും ഇല്ലാത്ത തണ്ടർബേർഡുകളുണ്ട്. അപ്പം വണ്ടി എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ വണ്ടി ഓടിച്ച് അതിൻ്റെ ടോർക്കും കാര്യങ്ങളും കറക്റ്റ് കിട്ടുമെന്ന് അറിഞ്ഞ ശേഷം മാത്രം പറയാം. അല്ല തണ്ടർബേർഡ് ഞാൻ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വണ്ടി എടുത്തിട്ട് എന്നെ നെഗറ്റീവ് അടിക്കരുത്. അപ്പോൾ നിങ്ങൾ വണ്ടി പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ച എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളി വണ്ടിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ മെയിൻ്റനൻസിന് ഭയപ്പെട്ടിട്ട് നിങ്ങളെ വണ്ടി എടുക്കാതെക്കേണ്ട, അതും ഒക്കെ ഈക്വൽ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നിങ്ങൾ ലോങ് യാത്ര ആഗ്രഹിക്കുന്ന ആളാണ്, അല്ല സ്ഥിരമായിട്ട് വണ്ടിയും കൊണ്ട് ലോങ് പോകുന്ന ആളാണെങ്കിൽ ഗോ ഫോർ തണ്ടർബേർഡ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതിന് ഒരിക്കലും സ്റ്റാൻഡേർഡോ ക്ലാസിക്കോ അങ്ങ് യോജിച്ചൊരു വണ്ടിയല്ല. നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഇല്ലാതെയും പിന്നെ ഷോൾഡർ പെയിൻ ഇല്ലാതെയും പിന്നെ ജോയിൻറ്റ് പെയിൻ ഇല്ലാതെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റും. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. അപ്പം കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ വൈകുന്നേരം രാത്രിയിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ പലതും എനിക്ക് എടുക്കാൻ സമയമില്ല, ഷോപ്പിൽ നല്ല തിരക്കാണ്. അപ്പോൾ അവിടെ തന്നെ ജോലിക്കാരൊരു കുറവുമുണ്ട്, അഭാവമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ തന്നെ വേണം പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. റോയൽ എൻഫീൽഡ് ബന്ധപ്പെട്ട എന്തൊരു സംശയങ്ങൾക്ക് ഏത് സമയത്ത് തന്നെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ റോയൽ എൻഫീൽഡിനെ കുറിച്ചും തണ്ടർബേർഡിനെ കുറിച്ചുമുള്ള വാഹനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ശരിയായ രീതിയിലുള്ള ഒരു ഗൈഡൻസ് റോയൽ എൻഫീൽഡ് ബന്ധപ്പെട്ട് എനിക്ക് തരാൻ കഴിയുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.